ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾക്കെതിരെ വിവാദ പരാമർശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയെയും ചൈനയെയും നരകക്കുഴികൾ എന്ന് വിശേഷിപ്പിച്ചും മറ്റു രാജ്യങ്ങൾക്കെതിരെ വംശീയമായ അധിക്ഷേപം നടത്തുകയും ചെയ്തുകൊണ്ടുള്ള വിവാദപരമായ കത്ത് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. പ്രശസ്ത റേഡിയോ അവതാരകൻ മൈക്കൽ സാവേജ് എഴുതിയ കത്താണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കിട്ടത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഗർഭിണികൾ പ്രസവത്തിനായി മാത്രം അമേരിക്കയിൽ എത്തുമെന്നും 9ാം മാസത്തിൽ ഇവിടെ വന്ന് കുഞ്ഞിന് ജന്മം നൽകുന്നതിലൂടെ അവർക്ക് ഇൻസ്റ്റന്റ് പൗരത്വം ലഭിക്കുമെന്നും കത്തിൽ ആരോപിക്കുന്നു. ഇത്തരത്തിൽ പൗരത്വം നേടുന്നതിലൂടെ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും മറ്റ് നരകക്കുഴികളിൽ നിന്നും അവർ തങ്ങളുടെ കുടുംബത്തെ മുഴുവൻ അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണെന്ന് മൈക്കൽ സാവേജ് പരിഹസിക്കുന്നു. ഇന്ത്യൻ ചൈനീസ് കുടിയേറ്റക്കാരെ ലാപ്ടോപ്പുമായി വന്ന ഗുണ്ടകൾ എന്നും നമ്മുടെ പതാകയെ ചവിട്ടി മെതിക്കുന്നവർ എന്നും കത്തിൽ അധിക്ഷേപിക്കുന്നുണ്ട്. അമേരിക്കൻ സുപ്രീം കോടതിയിൽ ജന്മനാ ഉള്ള പൗരത്വവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണം. കുടിയേറ്റക്കാർ ആരോഗ്യ സംരക്ഷണം പോലുള്ള പൊതുസേവനങ്ങൾ ചൂഷണം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് കത്ത് വിമർശനം കൂടുതൽ വിശാലമായ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുടെ ചികിത്സാ ചെലവ് രാജ്യത്തെ നികുതിദായകർ വഹിക്കേണ്ടി വരുന്നുവെന്നും കാലിഫോർണിയ പോലുള്ള സംസ്ഥാനങ്ങളിൽ ക്ഷേമ പദ്ധതികളിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും കത്ത് ആരോപിക്കുന്നു. മിക്കവാറും എല്ലാ ആഭ്യന്തര സംവിധാനങ്ങളും ഇന്ത്യക്കാരും ചൈനക്കാരും നടത്തുന്നുവെന്ന് അദ്ദേഹം കുറിക്കുന്നു. ഏപ്രിൽ 1 ജന്മാവകാശ പൗരത്വം സംബന്ധിച്ച സുപ്രീം കോടതി വാദം കേൾക്കലിൽ ട്രംപ് കക്ഷി ചേർന്നിരുന്നു. 2025 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. ജന്മാവകാശ പൗരത്വം നിയന്ത്രിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുമെന്ന് വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നു.